മീൻ വറുത്തയുണ്ട്. എഴുന്നേറ്റിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോഴേ നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? എല്ലാം ഇനി വൃത്തിയാക്കണം ഒന്നേന്ന്. അപ്പോൾ ഇനി അങ്ങ് തുടങ്ങുക. ഹാള് തൊട്ട് തുടങ്ങാം. സ്മെല്ലൊരുമാതിരി കുറവുണ്ടേ. പാറ്റയൊക്കെ ചത്ത് കിടപ്പുണ്ട് ശരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതുകൊണ്ടോ ഇന്നലെ ഓഫീസിലായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ അത് തന്നെ ഇട്ടേക്കുന്നത്. ഇന്ന് രാവിലെ കുളിച്ചിട്ട് ഇനി പോരുന്നതാണ്. ഇനി ഇവിടെ ഓരോന്നോരോന്നിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ ഇനി അടുത്ത ഡ്രസ്സൊക്കെ എടുത്തിടുന്നുള്ളൂ. അത് ഇങ്ങനെ കെട്ടിയും കൂടെ വെച്ചേക്കാം കേട്ടോ. ബാത്റൂം ഫസ്റ്റിൽ ഞങ്ങൾ കഴുകി ഇറക്കി. ഇനിയിപ്പം ബാക്കി ഇവിടെ മൂപ്പ് വെച്ച് അങ്ങ് തുടയ്ക്കാമെന്ന് കരുതി. കയറി വരുമ്പോഴേ ഉള്ളടം തൊട്ടങ്ങ് തുടങ്ങിയാലേ അങ്ങ് ക്ലീനാക്കി അകത്തോട്ട് പോകാമല്ലോ. അതാ ഞാൻ രാവിലെ കാപ്പിയൊന്നും കഴിച്ചില്ല. മേടിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ച് വെച്ചു. എന്നിട്ട് ഏട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാണേ. അപ്പോൾ ഞമ്മളൊരു കപ്പയ്ക്ക പഴുത്തിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഇത്. അപ്പോൾ കപ്പയ്ക്കാകുമ്പോൾ കുറച്ച് എനർജി പെട്ടെന്ന് കിട്ടുമല്ലോ. ഒരു ബാത്റൂമും ഹാളും വൃത്തിയാക്കി കേട്ടോ. അയ്യ ക്ഷീണിച്ചു പോയി. ഭയങ്കര പണിയാണ്. എന്നു വെച്ചാൽ നമ്മൾ നാട്ടിലൂടെ പോയതിൻ്റെ കച്ചടയും കൂടെ ഉണ്ട്. പോയിട്ട് വന്നപ്പോഴും പാറ്റയൊക്കെ ചത്ത് കിടക്കുമായിരുന്നല്ലോ. പോയിട്ടുള്ള കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയൊന്നുമില്ല. അപ്പോൾ അതും പിന്നെയും മരുന്നടിച്ചിട്ട് പാറ്റ ചത്ത് കിടക്കുന്നത് എല്ലാം കൂടെ പണിയാണ്. ക്ഷീണിച്ച് ഇനി ബാക്കി ഏട്ടൻ ഇപ്പം തന്നെ 1 മണിക്കൂറെങ്ങാണ്ടായെന്ന് ഞാൻ വന്നിട്ട്. അപ്പോൾ ഏട്ടൻ ചോറ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ലുലുവിൽ പൊതിച്ചോറുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണിയെടുക്കുന്ന ആൾക്ക്. ഇവിടെ നമ്മുടെ ഓഫീസ് ക്ലീൻ ചെയ്യുന്ന ആളിനെയും കൊണ്ടേ ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്യാമെന്ന്. കാരണം ഞാൻ തന്നെ ചെയ്തേ ശരിയാവുമെന്ന്. കാരണം ഓരോന്നും ഇങ്ങനെ പല വകയായിട്ട് ഇങ്ങനെ അലിഞ്ഞുളിഞ്ഞ് കിടക്കുക. പിന്നെ അവർ വൃത്തിയാക്കുമ്പോൾ ഞാനിവിടെ വന്ന് മെനക്കെട്ട് നിൽക്കുകയും വേണം. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടേ. പിള്ളേർ ഓഫീസിൽ ഇരിക്കുക, ഇനി വന്നിട്ടില്ല. അതുകൊണ്ടാണ് വൃത്തിയാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര കച്ചടയായേനെ. അരമണിക്കൂർ ചെയ്യേണ്ട കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടി വരും. ക്ഷണിച്ച് ഏട്ടൻ ചോറ് വാങ്ങിക്കൊണ്ട് വന്നേ ലുലുന്ന് 2 പൊതി. പിള്ളേർക്ക് ബിരിയാണി മേടിച്ച് വണ്ടി വെച്ചേക്കുന്നു. മീൻ വറുത്തയുണ്ട്. ബീട്രൂട്ട് തോരനും മുട്ട, മീൻകറിയും സാമ്പാറും അല്ലേ ഇത്. ചമ്മന്തി. കണ്ടോ അവസ്ഥ. പാറ്റയാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇവിടെ എല്ലാം കഴുകി ഇറക്കി കേട്ടോ. സോപ്പൊക്കെ ഇട്ട് പയ്യന്നേ കുറേ നേരം കൊണ്ട് പണിയോ. ഇതാ കഴുകി ഇറക്കിയല്ലോടോ. ഇവിടെ ഇനി തറ കഴുകാൻ പോവുക. ഞാനൊരു വഴിയായി ഫ്രണ്ട്സ്. ഒരുമാതിരി ഒന്ന് ക്ലീൻ ആക്കിയെന്ന് വേണം പറയാൻ. എനിക്ക് വയ്യ. ഇത് ഏറ്റവും പണിയായെന്നാണ് തോന്നുന്നത്. അടുക്കള കഴുകി ഇറക്കിയപ്പോൾ തന്നെ മണിക്കൂർ കുറേ ആയെന്നേ. ഇതാ നോക്കിയേ, തീർന്നിട്ടില്ല. ഇനി ഈ ഇരിക്കുന്നത് മൊത്തം കഴുകണം. കാരണം എന്ന് വെച്ചാലേ അവൻ ആ ലിക്വിഡൊക്കെ ഒഴിച്ചപ്പോഴേ കുറച്ചെങ്കിലുമൊക്കെ വീണ് കാണും. ഇത് മൊത്തം കഴുകണം. ഞാനേ ഇന്നിവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഇനി തിരിച്ച് ഓഫീസിലോട്ട് പോകാൻ പോവുക. ഇന്നും പാചകമൊന്നും നടന്നിട്ടില്ല. നാളെ നടക്കുമെന്ന് തോന്നുന്നില്ല. പുറത്തുനിന്നൊക്കെ വാങ്ങിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാം. പണിക്കാരുടെ ഏൽപ്പിച്ചാൽ അവരും ഇതുപോലെ ഒരു ദിവസത്തെ ഒരു 10 റിയാലെങ്കിലും കൊണ്ടുപോകുന്നു തോന്നുന്നു. കാരണം മണിക്കൂറിനാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ ഇത് നിർത്താൻ എനിക്കിനി വയ്യ. ഞാൻ ഇനി ഒരു ചായയും കൂടി ഇട്ട് കുടിക്കട്ടെ. എൻ്റെ മുഖമൊക്കെ ചൊറിയുന്നേ. ഇതിനകത്ത് കുറേ നേരം കൊണ്ട് ഞാൻ കുനിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഇവിടെയൊക്കെ അങ്ങ് ചൊറിച്ചിൽ വരുന്നു നന്നായിട്ട്. അപ്പോൾ ഒരുമാതിരി എല്ലാം കഴുകി ഇറക്കി. ഇനി ഈ മുകളിലൊക്കെ ഉള്ള ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തുണി വെച്ചിട്ട് തുടയ്ക്കാമെന്ന് കരുതി.
പിന്നെ കഴുകുന്നില്ല. കാരണം കഴുകിയിട്ട് ഇങ്ങോട്ടല്ലേ വീഴുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇരിക്കുവാണല്ലോ. ഇപ്പോൾ നിങ്ങൾ പറയും ഇത് പിന്നെ വൃത്തിയില്ലാത്തതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനൊന്നും അല്ല കേട്ടോ. ഈ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ഈ പാറ്റയുടെ ശല്യം മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ഇതുവരെ പിന്നെ മരുന്നൊന്നും അടിക്കാതിരുന്നതെന്ന് വെച്ചാൽ മൂക്ക് അലർജി ഉണ്ട്, എനിക്കും എല്ലാവർക്കും അലർജി പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മരുന്നൊന്നും അടിക്കാണ്ടിരുന്നത്. പക്ഷേ മരുന്നടിച്ചുകൊണ്ടത് 2 ദിവസം കൊണ്ട് ഓഫീസിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടങ്ങ് പെരുകിയെന്ന് വേണം പറയാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്. ചുമയും വരുന്നു. എനിക്ക് തുമ്മലല്ല കേട്ടോ, എനിക്ക് ചുമയാണ്. അപ്പോൾ ശരി, ഞാൻ ബാക്കി കൂടെ ചെയ്യട്ടെ. എന്തെങ്കിലുമൊക്കെ അയച്ച് ചായ ഇടട്ടെ. മൂക്കിൽ നിന്ന് കെട്ടെടുത്തപ്പോഴത്തേക്കാണ് ചുമ വരുന്നത്. ചായ ഇട്ട് ബിസ്ക്കറ്റ് നാട്ടിൽ നിന്നുണ്ടോന്ന് കേട്ടോ. ഒക്കെ കഴിക്കട്ടെ, ക്ഷീണം മാറട്ടെ. അപ്പോൾ നിർത്തും കേട്ടോ. കഴിഞ്ഞ ദിവസം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പോരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് പൊറോട്ടയും ഒരു ഗ്രീൻ പീസ് കറിയും മേടിച്ചായിരുന്നു. തറയിൽ പായ വിരിച്ചിട്ട് കുറച്ച് ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങ് കിടക്കുക. ഇപ്പം ചൂടൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തണുപ്പൊക്കെ ആണെങ്കിലേ ഉള്ളു തറയിൽ കിടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഹായ് മോർണിംഗ്. അപ്പോഴേ നമ്മളിന്ന് ഓഫീസിലായിരുന്നു കേട്ടോ കിടന്നതൊക്കെ. ഞാൻ പറഞ്ഞ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. വീട്ടിലോട്ട് പോകണം കേട്ടോ. ഈ 2 ദിവസം കൊണ്ട് നമ്മളിവിടെ ഓഫീസിലൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ് ഇങ്ങനെ. ഞാൻ ഇന്നലെ പോയി വൃത്തിയാക്കിയത് എന്തോരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. മൊത്തം കാണിച്ചിട്ടല്ലോ, ഇനിയും ഉണ്ട്. എന്നാലും അങ്ങ് പോവുക കേട്ടോ. എന്തോ ഇത് വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ മേടിച്ച പൊറോട്ടയ്ക്കകത്ത് പഞ്ചാരയോ സാമ്പാറോ എന്താണ്ട്, സാമ്പാറും മേടിച്ചതാണ് കേട്ടോ. ദോശ രാവിലെ മേടിച്ചതാണ്. ഇതൊക്കെ ഇട്ട് തിന്നാൻ പോകുന്ന ഭവ്യ. അമ്പാടിച്ചന് താണ്ട ഫാഷൻ ഫ്രൂട്ട് അമ്മ തന്നു വിട്ടേ കേട്ടോ. അവന് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നേരെ നിന്നിരിക്കുക നാക്കള. 49 അത് കഴിക്കേ. അവനിങ്ങനെ ബിസ്ക്കറ്റും ഓറഞ്ചും ഫാഷൻ ഫ്രൂട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. പിന്നെ അവിടെ TV നടക്കുന്നുണ്ട്. വയ്യന്നേ, ഇന്നലെ അത്രയും ചെയ്തതിൻ്റെ തന്നെ ഇന്ന് വയ്യ. ക്ലീനിങ് എങ്ങും എത്തിയില്ല. പക്ഷേ ചോറ് കഴിച്ചിട്ടുമില്ല. സമയം 5 മണിയായി. ഇന്ന് ചോറ് മേടിച്ചൊന്നുമില്ല. അപ്പോൾ അതാ അരി അങ്ങോട്ടാക്കി ഒരു കോവയ്ക്ക തോരൻ. കോവയ്ക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. ഇതേ കണ്ടോ, നിരന്നങ്ങ് ഇരിക്കുകയാണിത് ഇത്രയും. അപ്പോൾ എന്താ കോവയ്ക്ക തോരന് ഒരു ചമ്മന്തി, മോര്. പാത്രങ്ങളൊന്നും കഴിവില്ല കേട്ടോ, ചായച്ചരത്തിലോട്ട് ഇരുന്നതാ. അങ്ങനെ അതാ ഇനി ചോറെടുക്കട്ടെ. ഒരു കൈ കൊണ്ട് നിൽക്കുന്നില്ല. ഒന്നും കഴിവാത്തതുകൊണ്ട് വലിയ പാടാണ്. അപ്പം കഴിക്കട്ടെ. ഇനി ഒക്കെ ഒന്ന് പറക്കി തൂത്ത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ടേ കടുവും മഞ്ഞപ്പൊടി ഒക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് വെക്കാമെന്ന് ചെയ്തത്. പവിക്കുട്ടി ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് തരുമോ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് അത്താഴത്തിനായിട്ട്. കുബൂസൂടെ വാങ്ങിച്ചാൽ എളുപ്പമാണല്ലോ. അങ്ങനെ സമയം 11 മണിയാണ് കേട്ടോ. രാത്രി 11 മണി. കുബൂസും ചിക്കൻ കറിയും, ചൂടോടെ ചിക്കൻ കറിയും കൂട്ടി ചപ്പാത്തി ആയാലും കുബൂസായാലും കഴിക്കാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ്. എനിക്ക് ചൂട് വേണം കേട്ടോ. ഇവിടെ ഏട്ടന് ചൂട് കഴിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ നമ്മൾ ഒരുമാതിരി പറക്കി ഒതുക്കലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞെന്ന് വേണം പറയാൻ. ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. ഇത്രയും നാളത്തെ ഗൾഫ് ജീവിതത്തിൽ ഇങ്ങനൊരു പാറ്റയും കൊണ്ടുള്ള ശല്യം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനെയൊക്കെ തരണം ചെയ്ത് വന്നു. അപ്പോൾ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.